ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡിംഗ് ചലഞ്ച് വെച്ചപ്പോഴും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫണ്ടഡ് അക്കൗണ്ട് എന്ന്. അതായത് ഇപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം, പക്ഷെ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ അലോക്കേഷൻ പ്രോഗ്രാം ആണ് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അക്കൗണ്ട് കമ്പനീന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീ കൊടുത്ത് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്ത ശേഷം നമ്മളൊരു ട്രേഡർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇവാലുവേഷൻ ഫേസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇവാലുവേഷൻ ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കമ്പനീന്റെ സൈഡിൽ നിന്ന് ഒരു മാസ്റ്റർ അക്കൗണ്ട്, അതായത് ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന അക്കൗണ്ടിനെയാണ് മാസ്റ്റർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മാസ്റ്റർ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് നമുക്കും കമ്പനിക്കുമായിട്ട് ഷെയർ ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് 80% നമുക്കും 20% കമ്പനിക്കും, അങ്ങനെ പല പല രീതിയിലായിരിക്കും ഓരോ കമ്പനീസിന്റെ റൂൾസ് പ്രകാരം അതിൽ ഡിഫറൻസ് വരുന്നുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ആ ഒരു അക്കൗണ്ടിൽ ലോസ് ആണ് വന്നതെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വേറെ നഷ്ടമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആ രജിസ്ട്രേഷൻ ഫീസ് മാത്രമായിരിക്കും നഷ്ടപ്പെടുന്നുണ്ടാവുക. നമുക്ക് വീണ്ടും അക്കൗണ്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബ്രീഫ് എക്സ്പ്ലനേഷൻ. ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ വീക്ക് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഫണ്ടഡ് അക്കൗണ്ട്സ് നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.